ഹായ് ഫ്രണ്ട്സ്, ഉണക്കച്ചമ്മീൻ ഞാൻ ചമ്മന്തിപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെയും കൂടി ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഉണക്കച്ചമ്മീൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ഞാൻ എടുത്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊരു റെഡ് കളറ് വരുന്നത് വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു ഉണങ്ങിയ ജാറായിരിക്കണേ. അപ്പം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കണം. പിന്നെ തല വേണമെങ്കിൽ നമുക്ക് കിള്ളിക്കളയാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ചെമ്മീനായതുകൊണ്ട് ഇനി അത് പൊടിഞ്ഞു വെക്കോളും. അത് നന്നായിട്ടൊന്ന് ഒത്തിരി നൈസായിട്ട് പൊടിക്കണ്ട, അല്ലാതെ കുറച്ച് ക്രിപ്സി ആയിട്ടുള്ള രീതിയിൽ ഒന്ന് ഉണക്കച്ചെമ്മീൻ നമ്മൾ പൊടിച്ചെടുക്കണം. ഇപ്പം ഞാനത് മിക്സിയിൽ പൊടിച്ചിട്ടുണ്ട്. അത് ഞാനൊരു വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനുള്ള ചേരുവയായ തേങ്ങ, ഒരു സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, വെളുത്തുള്ളി, ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഇതെല്ലാം കൂടെ ഞാൻ എടുത്ത്, അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് എടുക്കാം. എരിവ് വേണമെങ്കിൽ എരിവ് കൂട്ടിയെടുക്കാം, എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇച്ചിരി മുളക് പൊടി കുറച്ചെടുക്കാം. അതിലേക്ക് ഞാനതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഉപ്പും കറിവേപ്പിലയും കൂടെ ഇട്ട് ഞാനത് ഒത്തിരി നൈസല്ലാത്ത രീതിയിൽ ഞാൻ അതും ഒന്ന് പൊടിച്ചെടുക്കുക എന്ന് പറയുന്ന പോലെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വീഴുന്നത് അതുപോലെ വെള്ളം ചേർക്കാതെ പൊടിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ ആ ചെമ്മീൻ ചമ്മന്തിപ്പൊടിയിലേക്ക് ചേർത്തി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, നന്നായിട്ട് യോജിപ്പിക്കണം. കൈകൊണ്ട് ഇളക്കിയാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണം, ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.